മുണ്ടക്കയിലെ ആകാശ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ സമയത്തും എല്ലാ പ്രവർത്തനങ്ങളും ഏകോപിപ്പിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായി മാറിയിട്ടുള്ള സന്നദ്ധ സംഘടന പ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ സംഘടനകളുടെ പ്രതിനിധികൾ, അവരെയൊക്കെ തന്നെ നമ്മൾ എത്ര അവരോട് നന്ദി പറഞ്ഞാലും മതി വരില്ല. കേരളത്തിലൊരു ദുരന്തമുഖമുണ്ടാകുമ്പോൾ അവിടേക്ക് എല്ലാ അവസ്ഥയിലും ഓടിയെത്തുന്ന ഒരു കൂട്ടം ആളുകൾ, അവരാണ് കേരളത്തിൻ്റെ യഥാർത്ഥ സേന. അവർ നമ്മുടെ ഔദ്യോഗിക സേനാ വിഭാഗങ്ങൾക്കൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കുകയാണ്. ദുരന്തഭൂമിയിൽ നിന്നും നല്ല പ്രവർത്തനങ്ങൾ അവരും കാഴ്ചവെച്ച് ആരെങ്കിലും ഒറ്റപ്പെട്ട് കിടപ്പുണ്ടോ അവരെയൊക്കെ തന്നെ മറുകരയിലേക്ക്, രക്ഷാകരങ്ങളിലേക്ക് എത്തിക്കുന്നു. മണ്ണിനടിയിൽ അകപ്പെട്ടു പോയിട്ടുള്ള ജീവനുകൾ അത് പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമം അവരും തുടരുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഡെവലപ്മെൻറ്റ് ഈ ദിവസം ഉച്ച കഴിയുമ്പോൾ സംഭവിക്കുന്നു. ലോക്സഭയിൽ ബഹളം ഉണ്ടായിരിക്കുന്നു വയനാടിനെ ചൊല്ലി എന്നുള്ളതാണ്. വയനാട്ടിലെ അനധികൃത നിർമ്മാണങ്ങൾ നീക്കം ചെയ്യാൻ MP ആയിരുന്ന രാഹുൽ ഗാന്ധി ഒന്നും ചെയ്തില്ല എന്ന രാഷ്ട്രീയ ആരോപണം BJP സഭയിൽ ഉന്നയിച്ചു. കേരള സർക്കാരും മുഖം തിരിച്ചുവെന്ന് BJP ആരോപിക്കുകയാണ്. സഭാ നടപടികൾ 4 മണിവരെ വയനാടിനെ ചൊല്ലി നിർത്തിവെച്ചിരിക്കുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെ രക്ഷാദൗത്യം അതിൻ്റെ 2ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ അതീവ ദുഷ്കരമായ സാഹചര്യങ്ങൾ, ആകാശ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. ആകാശത്തു നിന്നുള്ള ദൃശ്യങ്ങൾ, മനോഹരമായ ഭൂമിയെ നമ്മൾ നേരത്തെ അവിടുത്തെ സ്കൂൾ കേന്ദ്രീകരിച്ച് ഒരു റിപ്പോർട്ട് അടുത്തിടയ്ക്കാണ് നൽകിയത്. ആ സ്കൂളിൻ്റെ മനോഹാരിത, അവിടുത്തെ ടീച്ചറുടെ പ്രത്യേകത, കുട്ടികൾക്കൊപ്പം സൈക്കിളിലെത്തിക്കുന്ന ടീച്ചർ, അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടായിരുന്ന മനോഹരമായ പ്രകൃതി രമണീയത തുളുമ്പി നിന്ന, ഒരിക്കലെങ്കിലും അവിടെ പോകാൻ ആഗ്രഹിച്ചിരുന്ന ആളുകൾ ഉണ്ടായിരുന്നു ചൂരൽമലയിൽ. പക്ഷേ ഇന്നത്തെ ആ ചൂരൽമലയുടെ അതിദയനീയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ആകാശ ദൃശ്യങ്ങളാണ്. ആ പ്രകൃതി എത്രത്തോളം രൗദ്രഭാവത്തോടുകൂടി ആ മണ്ണിനെ തുടച്ചു നീക്കി എന്നതിൻ്റെ സാക്ഷ്യപ്പെടുത്തൽ, അതിൻ്റെ ശേഷിപ്പാണ് പ്രേക്ഷകർ കണ്ടത്.